വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്കൊരു ഊണ് തയ്യാറാക്കാം. ചോറിൻ്റെ കൂടെ രസം, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, വഴുതനങ്ങ ഫ്രൈ, ഓംലെറ്റ്. അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കിത് തയ്യാറാക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചോറ് വെക്കാം. ഞാനിവിടെ 2 കപ്പ് മട്ട റൈസ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം കഴുകി വെക്കാം. ഇത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ചോറ് വെക്കുന്നത് അതുപോലെ ചെയ്താൽ മതി. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു കുക്കറിലേക്ക് 2 കപ്പ് അരി ചേർക്കാം. ഇനി ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിലാവുമ്പോൾ ചോറ് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. പക്ഷേ വെള്ളത്തിൻ്റെ അളവും വേവാനെടുക്കുന്ന സമയവും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന അരിക്കനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഇതിനകത്തേക്ക് നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 കപ്പ് വെള്ളമുണ്ട്. കുക്കറിൽ നമ്മൾ ചോറ് വേവിക്കുമ്പോൾ എപ്പോഴും നിറയെ വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കാം. വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞാൽ ചോറ് കങ്ങിപ്പോവും, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഇത് നമുക്കിനി കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഞാൻ 4 വിസിലാണ് വേവിക്കുന്നത്. പിന്നെ നമുക്ക് രസം തയ്യാറാക്കാം. ഇത് രസപ്പൊടി ഒന്നും ചേർക്കാതെയാണ് ചെയ്യുന്നത്. പലരും പല രീതിയിലാണ് രസം തയ്യാറാക്കാറുള്ളത്. ഞാൻ സാധാരണ വീട്ടിൽ സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് 2 ചെറിയ തക്കാളി വേണം. പിന്നെ വേണ്ടത് 6 അല്ലി വെളുത്തുള്ളി. ഇതിപ്പോൾ കുറച്ച് വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്. ചെറുതാണെങ്കിൽ 3-4 എണ്ണം കൂടുതൽ എടുക്കാം. ഇതിനകത്തുനിന്ന് 2 വെളുത്തുള്ളി മാത്രം ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ബാക്കിയുള്ളത് ചെറിയ പീസായിട്ട് മുറിച്ചും ചേർക്കും. ഈ രസത്തിൽ എപ്പോഴും വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ നല്ലതാണ്. അതുപോലെ തന്നെ നിറയെ വെളുത്തുള്ളി ചേർക്കുന്നതും നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഇത്രയും വെളുത്തുള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ 2-3 വെളുത്തുള്ളി ചതച്ച് മാത്രം ചേർത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ നമുക്കൊരു ചെറിയ ഉള്ളിയും വേണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് കഴുകി ചെറിയ പീസായിട്ട് മുറിച്ച് വെക്കാം. വെളുത്തുള്ളി 2 എണ്ണം നന്നായിട്ടൊന്ന് ചതച്ചും വെക്കാം. അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ വേണ്ടത് പുളിയാണ്. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ളത്രയും വാളംപുളി. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ നീര് മാത്രം എടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ പുളി പിഴിഞ്ഞ് ജ്യൂസ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി രസം തയ്യാറാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഒരു നുള്ള് ഉലുവ ചേർക്കാം. 2 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർക്കാം. 3-4 പീസായിട്ട് മുറിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാം. വെളുത്തുള്ളി അരിഞ്ഞതും ചതച്ചു വെച്ചതും ചേർക്കണം. ഇതിന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറണം. ഒന്ന് മൂത്ത് വന്നാൽ മതി. അതിൻ്റെ നിറം ഒന്നും മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളിയും കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ചെയ്യേണ്ട. ഒരു 1-2 സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി. നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് സോഫ്റ്റ് ആവും. ഇത് മതിയാവും. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരണം. ഇതിലേക്ക് ഇനി പുളിവെള്ളം ചേർക്കാം. അതിൻ്റെ കൂടെ 3 കപ്പ് വെള്ളവും ചേർക്കാം. ആവശ്യത്തിന് കായം ചേർക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ കായമാണ് ചേർക്കേണ്ടത്. കായം ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ആ കായത്തിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് മുന്നിട്ട് നിൽക്കണം രസത്തിൽ. അപ്പോൾ അത് ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. ഈ കായത്തിൻ്റെ പൊടിക്ക് പകരം കട്ടി കായം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനൊരു അല്പം കായം കൂടി ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് കറക്റ്റ് 5 മിനിറ്റ് തിളച്ചാൽ മതി. ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഞാനിവിടെ 1/4 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. വെണ്ടയ്ക്ക എപ്പോഴും കഴുകിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ താഴെയും മുകളിലൊക്കെ മുറിച്ച് കളയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കഴുകുമ്പോൾ ഉള്ളിൽ വെള്ളം പോവും. അപ്പോൾ ഇത് കൂടുതൽ കുഴഞ്ഞു പോകും. പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ ഒത്തിരി മുറ്റിപ്പോവാത്ത വെണ്ടയ്ക്ക നോക്കി വാങ്ങിക്കണം. അതായത് നമ്മളൊരു വെണ്ടയ്ക്ക എടുത്തിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഒടിഞ്ഞു വരണം. ഓക്കെ, അല്ലാതെ കട്ടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് മുറ്റിപ്പോയ വെണ്ടയ്ക്കയാണെന്ന്. അപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വെണ്ടയ്ക്ക ഒരിക്കലും ഒത്തിരി കനം കുറച്ച് അരിയരുത്. ഉണ്ടോ, ഈ ഒരു തിക്നെസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം അരിഞ്ഞെടുക്കാം.
അപ്പോൾ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടത് ഒരു സവോള, മീഡിയം സൈസിലുള്ള ഒരു സവോള, പിന്നെ 2 പച്ചമുളക്. ഇതും നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. ഇനി നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഇവിടെ രസം റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇത് നമുക്കിനി അടച്ചു വെക്കാം. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. എപ്പോഴും കുറച്ച് പരന്ന പാൻ എടുക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക വീണ്ടും കുഴഞ്ഞു പോകും. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വെണ്ടയ്ക്ക തയ്യാറാക്കുമ്പോൾ ഒരിക്കലും എണ്ണ കുറച്ച് ഉപയോഗിക്കരുത്. ആ എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്താലേ അതിൻ്റെ ആ ഒരു കൊഴുപ്പ് മാറി കിട്ടത്തുള്ളൂ. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ മെഴുക്കുവരട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഉഴുന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഉഴുന്നിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയാൽ മതി. എന്നിട്ട് ഉടനെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി നേരിട്ട് ആ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം സവോള ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തത്. ഇനി ഉടനെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനി തീ കുറച്ച് വെച്ച് തുറന്നിട്ട് വേവിക്കണം. വെണ്ടയ്ക്ക മൂടി വെക്കാതെ വേവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ കൊഴുപ്പൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. ഇതുപോലെ പാനിൽ ഇങ്ങനെ നിരത്തിയിട്ട് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് വഴുതനങ്ങ ഫ്രൈ റെഡിയാക്കാം. അപ്പോൾ വഴുതനങ്ങ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള വഴുതനങ്ങ എടുത്തു. ഇത് കഴുകിയിട്ട് നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. വഴുതനങ്ങയും ഒരുപാട് കനം കുറച്ച് മുറിക്കരുത്, കുറച്ച് കട്ടി ഉണ്ടാവണം. ഇത്രയും കട്ടിക്ക് മുറിച്ച് വെക്കാം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. വഴുതനങ്ങ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഏറ്റവും താഴെ വരുന്ന പീസ് ഉണ്ടല്ലോ, ഈ പീസ് ഇത് എടുക്കാറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി ഈ വഴുതനങ്ങയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഇടയ്ക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇളക്കി കൊടുക്കാൻ മറക്കരുത്. 2 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. വീണ്ടും അതുപോലെ തന്നെ തീ കുറച്ച് വെച്ച് തുറന്നിട്ട് വേവിക്കാം. നമുക്ക് വഴുതനങ്ങയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിനി നമ്മൾ മീനിൻ്റെ അരപ്പൊക്കെ തയ്യാറാക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കാം. ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി വഴുതനങ്ങയിൽ പുരട്ടി വെക്കാം. വഴുതനങ്ങയിൽ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്യണം. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും കൊഴുപ്പൊന്നുമില്ലാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്ര എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇതിനി തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. വഴുതനങ്ങ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഓംലെറ്റിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഈ ഒരു സവോളയുടെ പകുതിയാണ് എടുക്കുന്നത്. പിന്നെ ഒരു പച്ചമുളകും വേണം. പിന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രം ഓംലെറ്റ് റെഡിയാക്കിയാൽ മതി. ബാക്കി കറികളൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കാം. നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. സവോളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വഴുതനങ്ങ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഓംലെറ്റിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഈ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു ഫോർക്ക് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. വഴുതനങ്ങ ഫ്രൈ റെഡിയായിട്ട് ഓംലെറ്റ് തയ്യാറാക്കാം. വഴുതനങ്ങ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് റെഡിയാക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം.
ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം കൂടി വേവിക്കണം. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വേവണം. അപ്പോൾ ഓംലെറ്റ് റെഡിയാണ്. നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ച ചോറാണ്. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാം. അപ്പോൾ ഊണ് റെഡി ആയിട്ടുണ്ട്. ചോറ്, രസം, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, വഴുതനങ്ങ ഫ്രൈ, ഓംലെറ്റ്. വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.